2004 സിവിൽ സർവീസ് പരീക്ഷയിൽ IAS ക്വാളിഫൈ ചെയ്തത് കേരളത്തിൽ നിന്ന് 2 പേര് മാത്രമാണ്. 2003 അത് 8 പേരായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2004 അത് 2 പേര്. ഇതിങ്ങനെ ആ ഒരു 10-ൽ താഴെ എന്നുള്ള രീതിയിൽ IASലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപക്ഷെ മുമ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് താല്പര്യം കാണിക്കുന്നു. കേരളത്തിൽ നിന്ന് കൂടുതൽ ആൾക്കാർ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷം തരുന്ന ഒരു വസ്തുതയാണ്. കാരണം കേരളം നമ്മളുടെ ഭാരതത്തിൽ ഉള്ള എല്ലാ സംസ്ഥാനങ്ങളെയും വെച്ച് നോക്കുമ്പോൾ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. കേരളത്തിന്റെ ഒരു സോഷ്യൽ പശ്ചാത്തലവും ഒരു സൊസൈറ്റി, നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് വളരെ വളരെ നമ്മൾ അതിനെപ്പറ്റി അപ്രീഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഫോർ us to appreciate being in Kerala. ബട്ട് നമ്മളുടെ കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലവും ഒരുപാട് മെച്ചപ്പെട്ടതാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഇങ്ങനെ സാമൂഹികമായ മെച്ചപ്പെട്ട ഒരു സംസ്ഥാനത്ത് നിന്ന് നമുക്ക് അതിനകത്ത് പല അഭിപ്രായങ്ങളുണ്ടാവും. നമുക്ക് തന്നെ നമ്മളുടെ സമൂഹത്തെ പറ്റിയിട്ട് ചില ധാരണകൾ ഉണ്ടാവാം, ചില ചെറിയ കംപ്ലൈന്റ്സും ഉണ്ടാവാം. പക്ഷെ ഇതൊക്കെ ഇരിക്കെ തന്നെയും നമ്മളുടെ സമൂഹം ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി എന്നുള്ള രീതിയിലും ഒരു മാതൃകാപരമായ സൊസൈറ്റി എന്നുള്ള രീതിയിലും ഒക്കെ തന്നെ ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. 2004 2 പേര് IASൽ ക്വാളിഫൈ ചെയ്തു എന്ന് പറയുന്ന ആ 2 പേരും തന്നെ കേരളത്തിൽ ഇന്ന് വർക്ക് ചെയ്യുന്നവരല്ല. മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുമാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഈ 2 പേരുടെയും അനുഭവം ഞാൻ മധ്യപ്രദേശിലെ വളരെ വ്യക്തമായിട്ട് തന്നെ എനിക്ക് പല ഡിസ്ട്രിക്റ്റുകളിലും വർക്ക് ചെയ്യാൻ കിട്ടിയ അനുഭവത്തിൽ നിന്ന് ഇത് വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ സാമുദായികമായിട്ടുള്ള മുന്നോക്കാവസ്ഥ. അങ്ങനെ ഇരിക്കെ ഇതുപോലെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്കും ആൾക്കാർ ചെന്ന് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, നേതൃത്വം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, അത് എന്തുകൊണ്ടും ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കും ബാക്കിയുള്ള റീജിയനുകൾക്കും അത് ഒരു വളരെ വലിയ മുതൽക്കൂട്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കേരളത്തിൽ നിന്ന് തന്നെ ഇപ്പൊ ജോബിന്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കാൻ, എന്തിനാണ് നിങ്ങൾ കേരളത്തിൽ നിന്ന് തന്നെ ആൾക്കാർ കൂടുതൽ വരണം എന്ന് ആഗ്രഹിക്കുന്നത്? അതിന്റെ ഒരു പക്ഷേ ഒരു കാരണമായിട്ടും അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഇവിടുന്ന് കൂടുതൽ ആൾക്കാർ സിവിൽ സർവീസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, സെൻട്രൽ സർവീസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തും എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള സംശയമില്ല. അത് ഒരു പക്ഷെ മുമ്പ് അങ്ങനെ ആവാതിരുന്നതിന് ഉള്ള ഒരു കാരണം മാത്രമേ ഉള്ളൂ. നമ്മളുടെ കേരളത്തിൽ കൂടുതലും ആൾക്കാർ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കരിയർ ചോയ്സ് ആണ്. ഒന്നെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ. ഈ രീതിയിലാണ് നമ്മൾ കൊച്ചുനാൾ മുതൽ കാണുന്നത്. ഞാനും പഠിച്ചിരുന്ന സമയത്ത് ഈ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഓഫ്കോഴ്സ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് ആൾക്കാർ സിവിൽ സർവീസിലേക്ക് പോകുന്നത്. അപ്പോൾ ഗ്രാജുവേഷൻ എന്തിൽ ചെയ്യണം എന്നുള്ള ഡൗട്ടാണ് ഒരു 6, 7, 8 എന്നുള്ള ഒരു റേഞ്ചിലുള്ള ഒരു കുട്ടിക്ക്, പ്രത്യേകിച്ച് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഡൗട്ടായിട്ടുണ്ടാവുക എന്താണ് ചെയ്യേണ്ടത്, ആദ്യം ഏത് ഗ്രാജുവേഷൻ എടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഡൗട്ടാണ് മനസ്സിൽ വരാനായിട്ട് സാധ്യതയുള്ളത്. ഇത് ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യമാണ്. അതിൽ ആകെപ്പാടെ എനിക്ക് ഒരു സജഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്, നിങ്ങൾ കൂടുതൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയിൽ മുമ്പ് പോയിട്ടുള്ള ആൾക്കാരോട് സംവദിക്കുക, അവരോട് സംസാരിക്കുക, അവരുടെ ജീവിതം മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം അവരുടെ ജീവിതം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ ജീവിതത്തിലേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്, അതാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു വ്യക്തത വരും.
നിങ്ങളൊരു ഡോക്ടർ ആകാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഇപ്പം 6, 7, 8 തന്നെ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് കൂടുതൽ സമ്പർക്കം ആ രീതിയിലുള്ള ആൾക്കാരോട് കൂടി നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇതുപോലെയുള്ള ഒരു ജീവിതമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതുപോലെയുള്ള ഒരു ഡേ ആണോ നമുക്ക് വേണ്ടത്. ഇപ്പോ സിവിൽ സർവീസിൽ ഉള്ള ഒരാളുടെ ദിവസവും എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, എന്നാൽ തന്നെ ഒരു ഡോക്ടറിന്റെ ദിവസവും ഒരു എഞ്ചിനീയറിന്റെ ദിവസവും ഒരു അഭിഭാഷകന്റെ ദിവസവും ഇതെല്ലാം സ്വല്പം വ്യത്യാസമുള്ള ദിവസങ്ങളാണ്. ഇതിൽ കൂടുതൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ ഒരു കരിയർ ചോയ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് വ്യക്തമായിട്ട് ഏത് ധാരയിലാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വ്യക്തത വരും. അതില് ജോബിൻ എനിക്ക് പറഞ്ഞിട്ടുള്ള ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത് ഇതില് സിവിൽ സർവീസിൽ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ. എന്താണ് നമ്മൾ ആകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നതിന്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നും കൂടി തീരുമാനിക്കേണ്ടിയിരിക്കും. നമ്മൾ എന്താകുന്നു, ജീവിതത്തിൽ നമ്മൾ ഏത് പൊസിഷനിൽ എത്തുന്നു എന്നുള്ളത് നമുക്ക് മാത്രം റെലവെന്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഫാക്റ്റാണ്. ആ ഫാക്ട് കൊണ്ട് യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റും ആസ് സച്ച് നാളെ അല്ലെങ്കിൽ നാളെയിലേക്ക് ഉണ്ടാവില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് എ ഫുട് നോട്ട് ഓഫ് ഹിസ്റ്ററി. അത് ആരാണ് അവിടെ ഉണ്ടായിരുന്നത്, ആ സമയത്ത് ആ ജില്ലയിൽ ആര് കളക്ടർ ആയിരുന്നു എന്നുള്ളത് ഇറ്റ് ഇസ് ജസ്റ്റ് എ ഫാക്ട്. ആൻഡ് ആ ഫാക്ടിന് യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഏത് പൊസിഷനിൽ എത്തിയാലും എത്തിയില്ലെങ്കിലും നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം? അല്ലെ, നമ്മൾ സ്കൂളിൽ പോകാൻ നേരത്തെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം? ഐ വാണ്ട് ടു ബിക്കം ആൻ അഡ്വക്കേറ്റ്, ഐ വാണ്ട് ടു ബിക്കം എ ലോയർ, ആൻ IAS ഓഫീസർ. ഇത് എല്ലാവരും ഉത്തരം പറഞ്ഞ് ക്ഷീണിച്ച ഒരു ചോദ്യമാണ്. പക്ഷെ വളരെ വിരളമായിട്ടാണ് നമ്മളുടെ കുട്ടികളോട് ചോദിക്കുന്നത്, വാട്ട് ഡു യു വാണ്ട് ടു ഡു? എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് നമ്മൾ ഈ സമൂഹത്തിൽ ഒരു വാല്യൂ ആഡ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാവണമെങ്കിൽ ആ സമൂഹത്തിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വാല്യൂ ആഡ് ചെയ്താലല്ലേ ആ സമൂഹത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. അതിനുവേണ്ടി നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ സമൂഹത്തെ മനസ്സിലാക്കുക. കേരളം എന്നുള്ള സമൂഹത്തെ മാത്രമല്ല, ഭാരതം എന്നുള്ള സമൂഹത്തെ മാത്രമല്ല, ലോക ആകെ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നമ്മളുടെ സാമൂഹിക അവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. അതിന് ഫേസ്ബുക്കിൽ പോയിട്ട് മാത്രമോ അല്ലെങ്കിൽ ട്വിറ്ററിൽ പോയിട്ട് മാത്രമോ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഇതെല്ലാം അതിന്റെ ജസ്റ്റ് ഒരു റിഫ്ലക്ഷൻസ് ആണ് എന്ന് പറയാം. പക്ഷെ നമ്മൾ ഡീപ്പായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ട ഒരു ആവശ്യവും ഇന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളത് ഒരു വിഷയമേ അല്ല. ഗൂഗിളിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കാര്യത്തെ പറ്റിയും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഗൂഗിൾ ഉത്തരം ഫാക്ച്വൽ ഇൻഫർമേഷൻ നമുക്ക് പറഞ്ഞു തരും. അതിന്റെ കൂടെ ആവശ്യമായിട്ടുള്ളത് ഒരു ഇമോഷണൽ ഇൻഫർമേഷനും കൂടിയാണ്. നമ്മളുടെ സമൂഹത്തിന്റെ ഇമോഷണൽ ബീറ്റ് എന്താണ്, നമ്മളുടെ സമൂഹത്തിന്റെ സോഷ്യൽ ബീറ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളതിൽ മാത്രമല്ലാതെ ജനങ്ങളോട് നേരിട്ട് സംവദിച്ച് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പോ ഓഫ് കോഴ്സ് നമ്മൾ കൊറോണയുടെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ആൾക്കാരോട് പോയി സംവദിക്കാനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നിരിക്കെ തന്നെ നമ്മൾ കൂടുതൽ ആൾക്കാരോട് നേരിട്ട് ഇപ്പോ ഒരുപക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോളിലൂടെ എങ്കിലും വർത്തമാനം പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷണൽ കണക്റ്റും ഒരുപക്ഷെ കൂടുതലായിട്ട് വരാൻ സാധ്യത. ഞാൻ കുട്ടികളിൽ നിന്ന് കുട്ടികളിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആസ്പെക്ട്,
അവർ സിവിൽ സർവീസിന് പഠിക്കുന്നു എന്നുള്ളത് ഒരു കാരണം മാത്രം. ആ ഒരു വഴിയിൽ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ ഈ സമൂഹത്തിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ വിപുലമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് സ്പോർട്സ് പേജ് മാത്രമേ റെലവെന്റ് ആയിരുന്നു. അന്ന് കപിൽ ദേവ് സിക്സർ അടിച്ചോ ഇല്ലയോ, അല്ലെങ്കിൽ ബോറിസ് ബക്കർ വിംബിൾഡൺ ജയിച്ചോ ഇല്ലയോ എന്നുള്ളത് മാത്രം വിഷയമായിരുന്ന ഒരു ബാല്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സിവിൽ സർവീസിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്താണ് ഒരു പക്ഷെ ന്യൂസ് പേപ്പറിന്റെ എല്ലാ പേജുകളും നമുക്ക് റെലവെന്റ് ആയി തുടങ്ങുന്നത്. മെയിൻ പേജും എഡിറ്റോറിയൽ പേജും ഓപ്പൺ പേജും എല്ലാം നമുക്ക് റെലവെന്റ് ആയിട്ട് തുടങ്ങുന്നത്. നമ്മളുടെ സമൂഹത്തിലേക്കുള്ള പല നമ്മളുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എല്ലാം റെലവെന്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് ആ ഒരു സിവിൽ സർവീസിന്റെ പഠനത്തിലുള്ള സമയത്താണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരു പക്ഷെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു നിശ്ചയമായിട്ടും ഒരു പ്ലാറ്റ്ഫോം അവൈലബിൾ ആക്കാനായിട്ട് ഇന്ന് സിവിൽ സർവീസിന്റെ ഒരു കരിയർ ഓപ്ഷന് കഴിയും. പക്ഷെ ഞാൻ മറ്റൊരു കരിയർ ഓപ്ഷനെ അതുകൊണ്ട് മറ്റൊരു കരിയർ ഓപ്ഷൻ ശരിയല്ല എന്നുള്ളതല്ല പറയുന്നത്. സിവിൽ സർവീസിൽ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങളെക്കാൾ കൂടുതൽ ഒരു പക്ഷേ സമൂഹത്തിന്റെ ആവശ്യമാണ്. നിങ്ങൾ നല്ല ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ, നിങ്ങൾ നല്ല ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സിവിൽ സർവീസിന് ശ്രമിക്കേണ്ടത് നിങ്ങളെക്കാൾ കൂടുതൽ സമൂഹത്തിന്റെ ആവശ്യം. നിങ്ങളുടെ അതേ ആവശ്യം വരുന്നത് നിങ്ങൾ സമൂഹത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ടാണ്. നിങ്ങൾ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട്. പക്ഷെ നിങ്ങൾ നല്ല ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നാളെ ഒരു ചെറിയ കാരണങ്ങളാൽ നമ്മളുടെ സഹോദരങ്ങളുടെ താല്പര്യങ്ങളെ അവഗണിക്കാത്ത ഒരു വ്യക്തിത്വം നിങ്ങൾക്കുണ്ടെങ്കിൽ, കറപ്ഷന് വശംവദനാകാത്ത ഒരു ഗട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെറ്റൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾ സിവിൽ സർവീസിന് വേണ്ടി ശ്രമിക്കേണ്ടത് നിങ്ങളെക്കാൾ കൂടുതൽ സമൂഹത്തിന്റെ ആവശ്യമാണ്. ആ സമൂഹത്തിന്റെ ഭാഗം എന്നുള്ള രീതിയിൽ നിങ്ങളുടെയും കൂടെ ആവശ്യമാണ്. ഇത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു പ്ലെയിനിൽ കയറിയിരിക്കുന്നു. ആ പ്ലെയിനിൽ കയറി ഇരുന്ന് കഴിയുമ്പോഴാണ് അന്ന് പൈലറ്റ് വന്നിട്ടില്ല. അപ്പൊ ഇതാരെങ്കിലും ഒന്ന് ഈ പ്ലെയിൻ ഒന്ന് പറത്തണം എന്ന് തോന്നുമ്പോൾ നമ്മൾ ആ പ്ലെയിനിൽ ഇരിക്കുന്ന ഏറ്റവും നന്നായിട്ട് പ്ലെയിൻ ഓടിക്കാൻ അറിയുന്ന ആൾ തന്നെ അത് ചെയ്യണ്ടേ? ആ പ്ലെയിനിൽ ഇരിക്കാൻ നേരത്ത് നമുക്ക് ഏറ്റവും നല്ല ആള് തന്നെ പൈലറ്റ് ആവേണ്ടത് നമ്മളുടെ ഒരു ആവശ്യമാണ്. സിവിൽ സർവീസ് ഒരു നേതൃത്വത്തിന്റെ ഒരു പൊസിഷനാണ്. പ്ലെയിൻ എന്നുള്ളത് പോലെ തന്നെ സൊസൈറ്റിയിൽ നേതൃത്വത്തിലേക്ക് വരേണ്ടത് ഏറ്റവും നന്നായിട്ട് നേതൃത്വം കൊടുക്കുന്ന ആള് തന്നെ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധം. അതുകൊണ്ട് നമ്മളുടെ കോൺട്രിബ്യൂഷൻ എന്താണ് ആ പ്രോസസ്സിൽ? നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ ഏറ്റവും നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഐക്യൂടെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. ഐ എം മോർ ഓൺ ദി ഇക്യൂ പാർട്ട് ഓഫ് ഇറ്റ്. കാരണം ഇതിനകത്ത് സിവിൽ സർവീസിലാവട്ടെ നേതൃത്വത്തിലാവട്ടെ ഐക്യൂ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളുടെ ഡയറക്ഷൻ എന്താണ്, നമ്മളുടെ കൺവിക്ഷൻസ് എന്താണ് എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓരോരുത്തരും നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മളെയും കൂടെ കോമ്പറ്റീഷനിൽ ഉപലബ്ധമാക്കുക, മേക്കിംഗ് യുവർ സെൽഫ് അവൈലബിൾ ഇൻ ദ സെലക്ഷൻ പ്രോസസ്, giving your best in the selection process is important, so that like the UPSC can select the best. No, അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ UPSC-യിലേക്ക് നമ്മളൊരു സെലക്ഷൻ പ്രോസസ്സ് വരാൻ നേരത്ത് അതിനകത്ത് ഒരു ലക്കിന്റെ ഫാക്ടറും കൂടെ ഉണ്ട്. ഒരേപോലെ പ്രിപ്പയർ ചെയ്ത് ഒരേപോലെ ഉള്ള തയ്യാറെടുപ്പോട് കൂടി ചെല്ലുന്ന ആൾക്കാരിൽ പിന്നെ ഒരു ലക്കിന്റെ ഡ്രോ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സെലക്ട് ആയതുകൊണ്ട് നമ്മൾ വളരെ മിടുക്കനാണെന്നോ, അല്ലെങ്കിൽ സെലക്ട് ആയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ മിടുക്ക് കുറഞ്ഞതാണോ എന്നതെന്ന് ഒരു തരത്തിലുള്ള അർത്ഥവുമില്ല. നമ്മൾ ആ പഠിക്കുന്ന പ്രോസസ്സിൽ ഒരു പക്ഷേ നമുക്ക് സമൂഹത്തെ പറ്റി കൂടുതൽ മനസ്സിലാവുകയും ആ സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള നമ്മളുടെ ഒരു ആഗ്രഹം കൂടുകയും ചെയ്യും.
ജോബിൻ പറയുണ്ടായി, എനിക്കൊരു ചെറിയ താല്പര്യം ഈ ഹെൽത്തിന്റെ ടോപ്പിക്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാനൊരു 5 മിനിറ്റ് കുട്ടികളോട് സംസാരിക്കാൻ കിട്ടിയ ഒരു ചാൻസ് ആയതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു കുട്ടികളുടെ കൂടെ തന്നെ കുറച്ച് രക്ഷിതാക്കളും ഇത് കേൾക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ കുട്ടികളുടെ ത്രൂ തന്നെ രക്ഷിതാക്കളിലേക്കും നമുക്ക് ആ സന്ദേശം ഒരുപക്ഷെ എത്തിക്കാൻ കഴിയണം. ഇത് എല്ലാം ഈ രീതിയിലുള്ള സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആവട്ടെ, സമൂഹത്തെ പറ്റി മനസ്സിലാക്കലാവട്ടെ, എല്ലാത്തിനും തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. നമ്മൾ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള എബിലിറ്റിയും, നമുക്ക് ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എബിലിറ്റിയും, അതിന്റെ ഒരു എനർജി ലെവലും ഒക്കെയാണ് നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു, ഏതൊരാൾക്കും ആവശ്യമായിട്ടുള്ള ഒരു വിഷയമാണ്. നമുക്ക് ആ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു എനർജി ലെവൽ ഉണ്ടാവുക എന്നുള്ളത്. അതിൽ ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ, ഇത് വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ബാക്ക് ഡ്രോപ്പ് പറഞ്ഞതിന് ശേഷം ഇത് വളരെ മണ്ടൈൻ ആയിട്ടുള്ള, വളരെ ലൈക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ അലാറം അടിച്ചിട്ടാണ് എണീക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇന്ന് നമുക്ക് ഏറ്റവും വലിയൊരു കാഷ്വാലിറ്റിയാണ് നമ്മളുടെ ഉറക്കം. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പല തരത്തിലുള്ള മെന്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ടതിന് ശേഷം രാത്രിയിലെ ഉറക്കമാണ് ഏറ്റവും വലിയൊരു കാഷ്വാലിറ്റിയാണ് ഇന്ന്. നമ്മുടെ എല്ലാം ഈ ഡെവലപ്മെന്റിൽ അല്ലെങ്കിൽ ഗ്രോത്തില് GDP ഗ്രോത്ത് ചെയ്യുന്നു എന്ന് പറയുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഫൈനലി നമ്മൾ നല്ലൊരു ജീവിതം ജീവിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു പ്രതിഫലനം നമ്മളുടെ ആരോഗ്യമാണ്, അല്ലെ? നമ്മളുടെ എഡ്യൂക്കേഷൻ ലെവലാണ്, നമ്മളുടെ ഒരു സന്തോഷത്തിന്റെ ലെവലാണ് നമ്മളുടെ ഡെവലപ്മെന്റിന്റെ ഒരു അളവുകോൽ. അതില് ഇന്ന് പലയിടത്തും നമ്മൾ കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കുന്നത് അലാറം അടിച്ചിട്ടാണ്. രാവിലെ എണീക്കുമ്പോൾ അലാറം അടിച്ചിട്ട് 5 മണിക്ക് 6 മണിക്ക് എണീക്കാനായിട്ട് അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അലാറം വെച്ച് എണീക്കുമ്പോൾ നമ്മൾ വളരെയധികം ഒരു ഉറക്കം തികയാതെ എണീക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കുട്ടികളെ പ്രത്യേകിച്ച് എത്തിക്കാറുണ്ട്. എൻ്റെ ഒരു എളിയ അഭിപ്രായം, ഇത് രക്ഷിതാക്കൾ ചെയ്യാതിരിക്കുക, ഇത് കുട്ടികൾ ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഞാനപ്പോ എന്താ ഉദ്ദേശിക്കുന്നത്, അലാറം മാറ്റി വെച്ചിട്ട് 10 മണി വരെ കിടന്ന് ഉറങ്ങണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അതുമല്ല. ഞാൻ പറയുന്നത് ചെറുതായിട്ടൊന്ന് ഒരു വിശദീകരിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, നമ്മൾ സമയത്ത് കിടന്നുറങ്ങുക, സമയത്ത് എഴുന്നേൽക്കുക. നമ്മൾ ഇന്ന് അത് വളരെ ബുദ്ധിമുട്ടാണ് കാണാൻ പോലും. പണ്ട് നമ്മളുടെ ഗ്രാമീണ ജീവിതത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ നേരത്തെ ഉറങ്ങിയിരുന്നു, നേരത്തെ എഴുന്നേറ്റിരുന്നു. അതായത് ഒരു 9 മണിക്ക് കിടന്ന് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ഒരു സമയത്ത് ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് മാറിയിട്ട് നമ്മൾ ആ സമയത്ത് TV കാണുക, മൊബൈൽ നോക്കുക എന്നുള്ള ഒരു വ്യവസ്ഥയിലേക്ക് വന്നിട്ട് നമ്മളുടെ ഉറക്കം അതുകൊണ്ട് അഫക്റ്റഡ് ആവുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഞാനിത് ചുരുക്കത്തിൽ പറഞ്ഞു നിർത്താം. ലൈക്ക് ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 3sandourhealth.org ഈ വെബ്സൈറ്റ് ഞാൻ കമന്റിൽ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. www.3sandourhealth.org എന്നുള്ള വെബ്സൈറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഇൻഫർമേഷൻ, ഈ പറയാൻ ഉദ്ദേശിക്കുന്ന 3-4 കാര്യങ്ങളുണ്ട് ഹെൽത്തിനെ പറ്റിയിട്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കുട്ടികൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ നമ്മൾ ഒരു സ്പീച്ച് കോമ്പറ്റീഷനും ഇപ്പോൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിന്റെ ഇൻഫർമേഷൻ ജോബിന്റെ കൂടെ ഷെയർ ചെയ്യുന്നതാണ്. ജോബിൻ ഒരു പക്ഷേ ബാക്കിയുള്ളവർക്കും അത് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവർ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ഈ വിഷയത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അതിൽ പ്രവർത്തിക്കാനും വേണ്ട രീതിയിൽ അതിന്റെ ടോപ്പിക്സ് നമ്മൾ വെച്ചിട്ടുള്ളൂ. ഇത് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ജോബിന്റെ മിഷന് എല്ലാ തരത്തിലുള്ള ഭാവുകങ്ങളും നേരുന്നു. 500 പേരെ എന്നുള്ള ഒരു സംഖ്യയേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൂടുതൽ ആൾക്കാരെ വിപുലമായിട്ടുള്ള വിസ്തൃതമായിട്ടുള്ള രീതിയിൽ എഡ്യൂക്കേഷനിൽ
മുന്നോട്ട് പോകത്തക്ക രീതിയിൽ അവർ അവരുടെ കരിയർ എയിംസ് നിർണയിക്കട്ടെ, ഓഫീസേഴ്സ് ആയിട്ട് വരട്ടെ എന്നുള്ള ഒരു ബെസ്റ്റ് വിഷസ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വി ക്യാൻ അഡ്രസ് എനി ക്വയറി. ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിനെ അഡ്രസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ഇവിടെ സംസാരിക്കാനായിട്ട് ഉള്ള ഒരു ചാൻസ് തന്നതിന് ജോബിന്റെ അടുത്ത് ഒരുപാട് നന്ദി പറയാം. നന്ദി.